അയാൾ പറഞ്ഞത്. അപ്പൊ ഇവരുടെ ഉള്ളിലുള്ള അലർജിയെ പറ്റിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതുപോലെ നമുക്കറിയാം, ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വേറൊരാള്, കോഴിക്കോട്ടുള്ള ഒരാള്, KV അബ്ദുൽ ലത്തീഫ് മൗലവി എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. അദ്ദേഹം ഇന്ന് ഇവരുടെ കടപ്പുറത്തെ സമ്മേളനത്തിലെ ഒരു പ്രധാന പ്രസംഗകനായിരുന്നു. വലിയ സ്ഥാനം കൊടുക്കുകയാണ്. ഇദ്ദേഹത്തിന് ഹദീസിനോടുള്ള സമീപനം വളരെ മോശമെന്ന് ആർക്കറിയാത്തത്. അപ്പൊ ഹദീസിനോട് വെറുപ്പുള്ള ആൾക്കാർക്ക് ഉന്നതമായ സ്ഥാനം അവിടെ കൊടുക്കുക, ഹദീസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സൈഡാക്കുക. ഇതിലും വലിയൊരു ഹദീസ് നിഷേധം വേറുണ്ടോ? ഹദീസിനോടുള്ള വെറുപ്പന്നല്ലേ അത്? ഇതുപോലെ നമുക്കറിയാം, നമ്മുടെ മുമ്പുള്ള സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുൽ ഖായ മദനി, നമ്മളിതൊക്കെ പറയാൻ പ്രയാസമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമുക്ക് കക്ഷിത്വമല്ല. നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ പ്രസംഗം എവിടെ തുടങ്ങിയോ നിങ്ങൾ ശ്രദ്ധിച്ചോ? എവിടെയൊക്കെ TP പ്രസംഗിച്ചുവോ അവിടെ മുഴുവനും അദ്ദേഹം പറയാൻ മറക്കാതിരിക്കുന്ന ഒരു വിഷയം എന്തെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ എന്തൊക്കെ അന്ധവിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയോ അതേ അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് ആവർത്തിച്ച് പറയണം. ഞാൻ പറയട്ടെ, സത്യത്തിൽ ഇത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു വമ്പൻ ഹദീസ് നിഷേധമാണ് പ്രകടമാക്കുന്നത്. എന്താണ് ഈ അന്ധവിശ്വാസം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അറിയങ്ങള്? ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ചില വിഷയങ്ങളെ തള്ളുകയാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പൊ വിവാദമായ ചില വിഷയങ്ങളുണ്ടല്ലോ, ഇപ്പൊ ജിന്ന് ബാധ, സിഹിർ ബാധ. ഈ ജിന്ന് ബാധ ഉണ്ടായാൽ ഈ ജിന്നിനെ ശല്യം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള റുഖിയ ശറയ്യ, അതുപോലെ കണ്ണേർ, അതിനൊക്കെയുള്ള ഇസ്ലാമിലെ മന്ത്രങ്ങൾ, ഇത്തരം വിഷയങ്ങളെപ്പറ്റി TPയുടെ വിശ്വാസം അന്ധവിശ്വാസമാണെന്നാണ്. അതാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഒരു ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ ബോർഡിൽ ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു, നിങ്ങൾ കിട്ടുന്ന അവസരമൊക്കെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോ ഇസ്ലാമിലുള്ള റുഖിയ ശറയും അന്ധവിശ്വാസമാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഉള്ളത് അതുപോലെ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ജംഇയ്യത്തിന്റെ ഉലമയിൽ കുറെ പണ്ഡിതന്മാരും മറ്റൊക്കെ ഉണ്ട്. അപ്പൊ അപ്പോടെ വിനയവും കുറച്ച് മിതത്തോടു കൂടി അദ്ദേഹം സംസാരിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നൊക്കെ അന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നോക്കി, പിന്നെ അദ്ദേഹത്തിന് അടുത്ത പ്രസംഗം നിലമ്പൂരാണ്. അദ്ദേഹം വീണ്ടും ഇതന്നെയാണ് ആവർത്തിക്കുന്നത്. അദ്ദേഹം അവിടെ വാക്ക് കൊടുത്ത കാര്യം പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞ ഇസ്ലാമിലുള്ള ചില മന്ത്രങ്ങളുണ്ടല്ലോ, ഇസ്ലാമിലുള്ളത് അത് നിഷേധിക്കാൻ പാടില്ലാത്തതാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ കള്ള് കുടിക്കുക എന്നത് അത് ഇസ്ലാം ഹറാമാക്കിയ വിഷയമാണല്ലോ, ഉറപ്പല്ലേ? എന്നാ ഒരാൾ പറയാണ് കള്ള് കുടിക്കുന്നത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട് എങ്കിൽ ഞാനത് അംഗീകരിക്കില്ല, അത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞെന്താ? അത് കുഫറാണ് പണിയല്ലേ? അതുപോലെ തന്നെയാണ് ഇസ്ലാമിലുള്ള റുഖിയ ശറയ്യ അന്ധവിശ്വാസമാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഒരാൾ പറയാൻ വ്യഭിചരിക്കുന്നത് അത് ഞാൻ അംഗീകരിക്കില്ല, അത് വ്യഭിചരിക്കാൻ പാടില്ല എന്നത് ഞാൻ അംഗീകരിക്കുന്നില്ല, അത് അന്ധവിശ്വാസമാണ്. ഇസ്ലാം അല്ലെങ്കിൽ നിങ്ങൾ പിറകോട്ട് വലിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? അയാൾ കുഫറിന്റെ വാക്കല്ലേ ഉച്ചരിച്ചത്? ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട വിഷയല്ലേ വ്യഭിചാരം പാടില്ല. ഇതുപോലെ കണ്ണേറുണ്ട് എന്നത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട വിഷയമാണ്. അതിനെ കളിയാക്കിയാലും ഇതേ വിധി തന്നെയാണ് വരിക. ഇത് നമ്മൾ ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കണം. ഇവര് ജനങ്ങളെ ഹദീസ് നിഷേധത്തിലേക്ക് തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി, വർഷങ്ങളായിട്ടുണ്ട്. അപ്പൊ ഈ റുഖിയ ശറയ്യ അതുപോലെ ചില വിഷയങ്ങൾ ഇവരുടെ ഏതെങ്കിലും ഒരു ഹദീസ് തള്ളാൻ പറ്റില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു ആയത്തോ ഹദീസോ അത് തള്ളിയാൽ കുഫറാകുന്ന പ്രശ്നമാണ്. വലിയ ഇമാമികള് നമ്മൾ അഭിമാനിക്കലില്ലേ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പറ്റി? അദ്ദേഹം പറഞ്ഞതാണ്, ഒരാളുടെ ഇസ്ലാമിനെ തകർക്കുന്ന 10 കാര്യങ്ങളിൽ ഒന്ന് ഈ റസൂല് കൊണ്ടുവന്ന വിഷയത്തിൽ ഏതെങ്കിലും ഒന്നിനെ വെറുത്ത കാഫിറായി എന്നാ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ആയത്തോതി ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹ്. എന്തുകൊണ്ടാണത്? അള്ളാഹ് ഇറക്കിയതിനെ അവർ വെറുത്തു കളഞ്ഞു. അതുകൊണ്ട് ഫഹബത്ത് അഅമാലും, അവരുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോയി. അതുപോലെ വേറൊരുത്തർ റസൂല് കൊണ്ടുവന്ന ഒന്നിനെ പരിഹസിച്ചാൽ അവൻ കാഫിറായി എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയാണ്. എന്നിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത് അതിന് ആയത്തോതി, കുൽ പറയുക പ്രവാചകരെ, അബില്ല അള്ളാഹുവിനെയാണോ, ആയാത്തി അവന്റെ ആയത്തുകളെയാണോ, റസൂലി അവന്റെ ദൂതനെയാണോ കുൻതും തസ്തഹ്സിഊൻ നിങ്ങൾ പരിഹസിക്കുന്നത്? അതുകൊണ്ട് ലാ തഅ്തദിർ, നിങ്ങൾ ഒഴിവുകഴിവ് പറയണ്ട. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിറായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാഫിറാകുന്ന പണിയിലേക്ക് നേതൃത്വത്തിൽപ്പെട്ടവരാണെങ്കിലും ആര് നയിച്ചാലും അതിനെതിരെ പ്രതികരിക്കേണ്ടേ നമ്മള്? ആ പ്രതികരണങ്ങളാണ് ഇവിടെ. എത്ര ഹദീസുകളാണ് ഇവർ പരിഹസിക്കുന്നത് നിങ്ങൾക്കറിയോ? ഇപ്പൊ മഞ്ചേരിയിൽ ഇവര്
സംഘടന പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ജമിയത്തിന്റെ പേരില് ഒരു വിശദീകരണ യോഗം വെച്ചു. എല്ലാ സംശയങ്ങൾക്കും പരിഹാരം എന്ന് പറഞ്ഞിട്ടാ വെച്ചത്. അവിടെയുള്ള KNM പ്രവർത്തകർ അവർക്ക് എഴുതി കൊടുത്ത കുറെ ചോദ്യങ്ങള്. ആ ചോദ്യത്തിന് ഒറ്റൊന്നും അവർ മറുപടി പറഞ്ഞില്ല. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. PN-ന്റെ നേതൃത്വത്തിൽ, അതുപോലെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിന്റെ നേതൃത്വത്തില് അവരടങ്ങുന്ന 10 പണ്ഡിതന്മാര് ഒപ്പിട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിന്റെ വെളിച്ചത്തിലാണ് കുറച്ച് ചോദ്യങ്ങള്. ജിന്ന് രോഗമുണ്ടാക്കുന്ന കയ്യിൽ ഒപ്പിട്ടിട്ടുണ്ട് അബ്ദുറഹ്മാൻ സലഫിയൊക്കെ, ഹനീഫ് കായക്കോടി, അനസ് മൗലവിയൊക്കെ. അപ്പൊ ചോദിച്ചു, ഏതെല്ലാം രോഗങ്ങളാണ് ജിന്നുണ്ടാക്കുക എന്ന് ചോദിച്ചു. അത് അപസ്മാരം, ഭ്രാന്ത് തുടങ്ങിയ രോഗങ്ങൾ പിശാചുബാധ മൂലം ഉണ്ടാകാം എന്ന് പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അതൊന്ന് വിശദീകരിക്കാമോ? ജിന്നിനെ ഉപദ്രവിച്ചപ്പോൾ ഒരു സഹാബിയെ ജിന്ന് കൊലപ്പെടുത്തിയ സംഭവം സ്വഹീഹ് മുസ്ലിമിൽ ഉണ്ടെന്ന് കേൾക്കുന്നു. അത് ശരിയാണോ? അതുപോലെ ജിന്ന് ബാധിച്ച ഒരുത്തന് 3 ദിവസം ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് ഒരു സഹാബി ചികിത്സിച്ച് സുഖപ്പെടുത്തി എന്ന് അബൂദാബ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അംഗീകരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി കുറെ ചോദ്യങ്ങൾ. ഇതിലൊരൊറ്റ ചോദ്യത്തിന് മറുപടി പറയാതെ എന്താ ഞങ്ങളിവിടെ പറയാന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അടുത്ത മീറ്റിംഗിൽ TP പറഞ്ഞ വാചകം എന്താ നിങ്ങള് ഇപ്പൊ കരുതിയിരിക്കണം, അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നത് പ്രമാണങ്ങൾ ഉദ്ധരിച്ചിട്ടാണ്. എത്ര വലിയ വിഡ്ഢിത്താണ് ഈ പറഞ്ഞത്! പ്രമാണങ്ങൾ ഉദ്ധരിച്ച എങ്ങനെ അന്ധവിശ്വാസമാണെന്ന് പോലും അറിയില്ല. എങ്ങനെ അന്ധവിശ്വാസം ശുദ്ധവിശ്വാസം തീരുമാനിക്കല്? പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് മുഴുവനും ശുദ്ധവിശ്വാസമാണ്. പ്രമാണങ്ങളുടെ പിൻബലം ഇല്ലാത്തതാണ് അന്ധവിശ്വാസം. എന്നിട്ട് ഇയാൾ പറഞ്ഞ വാചകം എന്താ? പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നു, കരുതിയിരിക്കണം എന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ അദ്ദേഹം വന്നു, എന്നിട്ട് ഹദീസുമായി ബന്ധപ്പെട്ട വിഷയം പരിഹസിച്ചു പോയി. അപ്പൊ മടവൂർ വിഭാഗം എന്തൊക്കെയാ ചെയ്തത്? ആ രൂപത്തിൽ ഒന്നുകൂടി അതിര് കവിഞ്ഞ് അവരുടെ മുമ്പിൽ കടക്കാനുള്ള ശ്രമങ്ങൾ ഇവരിപ്പോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, മടവൂർ വിഭാഗത്തെ ഇവർ ഐക്യത്തിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അതാ അവരും ആദർശപരമായ ഒന്ന് തന്നെയാണ് ഇപ്പൊ ഉള്ളത്. ഞാന് ഇവരെ ഐക്യത്തിലേക്ക് ക്ഷണിച്ചൊരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുക. ആരാ എഴുതിയെന്നറിയോ? എഴുതിയത് ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടിന്നാ. അദ്ദേഹം ഇപ്പോ KNM-ന് ഉത്തരവാദപ്പെട്ട വ്യക്തിയാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം. അതുപോലെ വിചിന്തനത്തിന്റെ സബ് എഡിറ്ററാണ് അദ്ദേഹം. നമ്മുടെ KN ഇബ്രാഹിം മൗലവിയുടെ മകനാണ് അദ്ദേഹം. അദ്ദേഹം മടവൂർ വിഭാഗത്തെ ഐക്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എന്താണ്? ആർക്ക് മുമ്പിലും നേതൃത്വം വാതിലുകൾ കൊട്ടിയടച്ചിട്ടില്ല. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശൈലിയുമല്ല. ഇടക്കാലത്ത് പ്രസ്ഥാനത്തിൽ നിന്നും പിരിഞ്ഞുപോയവരും ഈ കാര്യം ചിന്തിക്കണം. ദുർബല ഹദീസുകാരെ ഒറ്റപ്പെടുത്തി ഐക്യത്തോടെ പ്രബോധന ദൌത്യം തുടരാൻ KNM നേതൃത്വത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. നിങ്ങൾ ആലോചിക്കണം, ഈ ഐക്യത്തിന് അവര് ക്ഷണിക്കുമ്പോ മടവൂർ വിഭാഗവുമായി 10 കൊല്ലം നമ്മൾ എതിർത്ത് നിൽക്കുകയും അവർക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തിട്ട് എത്ര രൂപ ചെലവായെന്നറിയോ? 80 ലക്ഷം രൂപ ചെലവായത്. എന്തിനാണ് 80 ലക്ഷം രൂപ ചെലവാക്കിയത്? അവരുടെ ആദർശം അത് തന്നെയാണ് ഇവരുടേതുമെങ്കിൽ എന്തിന് അവർക്കെതിരെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കി? നമ്മൾ അവർക്കെതിരെ എറണാകുളത്ത് സമ്മേളനം നടത്തി കോടിക്കണക്കിന് രൂപ ചെലവായി. എന്തിനായിരുന്നു ഇത്? അതനുസരിച്ച് ശങ്കരൻകുളത്ത് സമ്മേളനം നടത്തി. എന്തിനായിരുന്നു ഇത്? എത്ര പാവപ്പെട്ട ആൾക്കാർ പണം മുടക്കി ബസ് എടുത്ത് അങ്ങോട്ട് യാത്ര പോയി. ഇതൊക്കെ വെറുതെയായില്ല. അവരുടെ അതേ ആദർശം തന്നെയാണ് നമുക്കുള്ളതെങ്കിൽ ഇനി നോക്ക്, ഇതിപ്പോ വിചിന്തനത്തിലാണ്. വിചിന്തനവും അൽമനാറും ഒക്കെ ഹദീസ് നിഷേധത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ അപകടത്തിലേക്ക് ഇവർ എത്തിപ്പെട്ടിട്ടുണ്ട്. അൽമനാറിലൊരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദ് വിട്ട് ഹദീസ് സ്നേഹവും സുന്നത്ത് പ്രേമവും വിളമ്പുന്നവരെ എമ്പാടും കാണാനാവും. ഹദീസ് പ്രേമം അതിനെ പരിഹസിക്കുകയാണ്. അതുപോലെയോ സുന്നത്തിനെ സ്നേഹിക്കുന്നതിനെ പരിഹസിക്കുകയാണ്. ഏതിന്റെ പേരിൽ അവർക്ക് തൗഹീദിനോടുള്ള സ്നേഹമുണ്ട് എന്ന് വരുത്തി തീർക്കുക. തൗഹീദിനോട് സ്നേഹമുണ്ട് എന്ന വ്യാജേന. ഏതുപോലെ മുമ്പ് അബ്ദുല്ലാഹി ഇബ്നു സബ അഹ്ലു ബൈത്തിനോട് സ്നേഹമുണ്ട് എന്ന് പറയുകയും മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു. അവർക്ക് അഹ്ലു ബൈത്തിനോട് സ്നേഹം ഉണ്ടായിട്ടല്ല, മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാനാണ്. ഇതുപോലെ ഞങ്ങൾ തൗഹീദിനെ സ്നേഹിക്കുന്നവരാണെന്ന് വരുത്തി തീർക്കുകയും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ നിഷേധിക്കുകയും ചെയ്യുക. അതിനുവേണ്ടിയാണ് ഈ തൗഹീദിനെ സ്നേഹിക്കുന്നു എന്ന് വരുത്തി തീർത്തിട്ടുള്ളത്. മനസ്സിലായോ? എന്നിട്ടോ വീണ്ടും ഇയാൾ പറയാ, റുഖിയ ശറഈയുടെ മറവിൽ നടത്തുന്ന ജിന്ന് ചികിത്സക്ക് തെളിവ് പരതുന്ന കടുത്ത യാഥാസ്ഥിതികരാണ് ഈ വാചക കസർത്തിന് പിന്നിൽ. അപ്പൊ റുഖിയ ശറഈയുടെ മറവിൽ നടത്തുന്ന ജിന്ന് ചികിത്സ. അപ്പൊ റുഖിയ ശറഈയില് ജിന്ന് ചികിത്സയുമുണ്ട്.
ജിന്ന് ചികിത്സ ഇസ്ലാമിൽ ഉള്ളത് തന്നെയാണ്. ഇത് പറഞ്ഞാൽ ഇവരൊക്കെ എഴുതി, അബ്ദുറഹ്മാൻ സലഫി എഴുതി ഒപ്പിട്ടല്ലോ ജിന്ന് ബാധയുണ്ടാകും, അവൻ ഇറക്കണമെങ്കിൽ റുഖിയ ശറഅ നടത്താമെന്ന്. ഇപ്പൊ അതൊക്കെ അവര് നിഷേധിക്കുകയാണ്, എല്ലാം നിഷേധിക്കുക. അതേസമയം ജിന്ന് ചികിത്സയുടെ പേരിൽ അതിര് കവിയുകയും ശിർക്കിലേക്ക് എത്തിക്കുന്ന വഴികൾ വേറുണ്ട്. അതിനൊന്ന് റുഖിയ ശിർക്കിയ എന്ന് പറയും, വേറൊന്ന് റുഖിയ ശറഇയ്യ എന്ന് പറയും. അള്ളാന്റെ ദീനിൽ സ്ഥിരപ്പെട്ട മന്ത്രങ്ങൾ അത് ദീനിൽ ഉള്ളത് തന്നെയാണ്, അത് പരിഹസിക്കാൻ പാടില്ല എന്നാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. അപ്പൊ അൽമനാറും അതുപോലെ വിചിന്തനവും ഒക്കെ ഇന്ന് ഹദീസ് നിഷേധത്തിന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മടൂർ വിഭാഗത്തിനേക്കാൾ അപകടകരമായ പോക്ക് ഇവർ നടത്തിയ ഒരു സാമ്പിൾ കൂടി ഞാൻ പറയാം. വിചിന്തനത്തിലുള്ള ഒരു വാചകാണ്, ഇസ്ലാമും ജനാധിപത്യവും എന്നൊരു ലേഖനത്തിൽ അവസാനം എഴുതുന്ന നിങ്ങള്, അതിൽ ഒടുക്കം എഴുതുന്നൊരു വിഷയം പിന്നെ ഖുർആനെതിരായ ഹദീസുകൾ മടൂർ വിഭാഗം സ്ഥിരമായി പറയണ, പണ്ട് ചേകനൂരികളൊക്കെ പറഞ്ഞിരുന്ന വിഷയമാണ്. അത് ഇവരും ഏറ്റെടുത്തു. ഹദീസ് സഹിയാണെങ്കിൽ ഖുർആൻ എതിരുണ്ടാവും എന്ന് വരുത്തുക. സഹിയ ഹദീസാണെങ്കിൽ ഖുർആൻ എതിരുണ്ടാവില്ല എന്ന് ലോക മുസ്ലിങ്ങൾ സ്ഥാപിച്ച വിഷയമാണ്. പക്ഷെ ഇവര് എന്ത് ചെയ്തു? ഖുർആൻ എതിരായ ഹദീസുകൾ എന്ന നിലക്ക് ഉണ്ടാവും, അങ്ങനെയാണ് സ്വീകരിക്കേണ്ടെന്ന് വരുത്തി. എന്നിട്ട് പിന്നെ പറയാണ് ഇത് എന്തുകൊണ്ടാ വന്നത്? ഖുർആന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്, എന്നാൽ ഹദീസിന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ല. എന്നിട്ട് ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന ആയത്തും കൊടുത്തു. വാസ്തവത്തിൽ മടവൂർ വിഭാഗം പോലും പറയാത്തൊരു വിഷയമാണ്. അബ്ദുസ്സലാം സുല്ലമി പോലും എഴുതി ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നത് ആ ദിക്ർ കൊണ്ട് ഉദ്ദേശം ഖുർആൻ മാത്രമല്ല ഹദീസുമാണ്. ഹദീസിന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് അതിന്റെ ഉദ്ദേശം. അത് ആ കാര്യം സൂചിപ്പിക്കുന്ന ഇമാമിയുടെ ഒരുപാട് വാചകങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ വഴി, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷെ ഇവരിതാ ഖുർആന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടുള്ളൂ, ഹദീസിന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ല എന്ന മടവൂരികൾക്ക് പോലും ഇല്ലാത്ത വാദം വിചിന്തനത്തിൽ ഇതാ അടിച്ചിറക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇവർ നവമടവൂരികൾ എന്നതൊക്കെ നമ്മൾ പറയുന്നത് വളരെ മോശമായ ഒരുപാട് ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ ചിലത് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട്